ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നാളത്തെ വിശേഷം മാത്രമല്ല കേട്ടോ, ഇനി നമ്മുടെ ഈ ആഴ്ച നടക്കാൻ പോകുന്ന കുറച്ച് സംഭവങ്ങളും കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്കൊരു നെക്സ്റ്റ് വീക്ക് പ്രമോയായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ നാളത്തെ വിശേഷമുണ്ട്, അതുപോലെ തന്നെ ഈ ആഴ്ചയിലെ ഫുൾ വിശേഷമുണ്ട്. അപ്പൊ നേരെ ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്ക് ഒരു ഹൈപ്പ് ഒക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ നമ്മുടെ രഞ്ജിനി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മനുവിന്റെ കൂടെ തന്നെയാണ് രഞ്ജിനി നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ കമലയാണെങ്കിൽ രഞ്ജിനിനെ ഒന്ന് സോപ്പിടാന്നൊക്കെ ഓർത്തായിരുന്നു ഇരുന്നത്. ഏതായാലും നമ്മുടെ മനു രഞ്ജിനിനെ കൂട്ടിക്കൊണ്ട് വന്നത് കൊണ്ട് തന്നെ മനുവിന്റെ സൈഡ് നിൽക്കുകയാണ്. അപ്പൊ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് നമ്മുടെ കമലയെ കുറച്ച് വാട്ടി വിടുന്നുണ്ട്. ഏതായാലും നിന്റെ ഉദ്ദേശം നടക്കത്തില്ലടാ, ആ വൃത്തികെട്ടവളെയും വിളിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് വരാന്നല്ലേ നിന്റെ ഉദ്ദേശം, അതൊന്നും നടക്കാൻ പോകുന്നില്ലടാ, അതൊന്നും നടക്കത്തില്ലടാ എന്ന് പറഞ്ഞ് തുള്ളി കളിച്ചങ്ങ് പോയപ്പോഴത്തേക്കും നമ്മുടെ രഞ്ജിനി ചോദിച്ചു, അല്ല ആരെ വിളിച്ചോണ്ട് വരുന്ന കാര്യം അമ്മ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഭ്രാന്ത. അല്ല അമ്മ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതെ എന്താ മനുവേട്ട കാര്യം എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ വേറൊന്നും അല്ല, അത് നമ്മുടെ അലീനയില്ലേ, അലീനയുടെ കാര്യം പറയുന്നത്. അതിനെ കുറിച്ചൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറയാം, ഈ ഒരു കാര്യം ചെയ്യ, വന്നതല്ലേ ഉള്ളൂ, റെസ്റ്റ് ഒക്കെ എടുക്ക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനു ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ രഞ്ജിനി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ നേരെ മാനേജർ അച്ഛനെ കാണാൻ വേണ്ടി പോയേക്കാണല്ലോ. അങ്ങനെ രോഹിത്തിനെയും കൂട്ടി മാനേജർ അച്ഛന്റെ ഒരു ബിഷപ്പ് ഹൗസ് അങ്ങനെ എങ്ങാണ്ട് ഒരു സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് പോയേക്കാണ്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും ഇങ്ങനെ വെയിറ്റ് ചെയ്യും, ഇപ്പം അച്ഛൻ വരും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും വെയിറ്റ് ചെയ്തു. അപ്പൊ അവിടെ ഒരാൾ വന്ന്, ക്ലർക്കോ മറ്റോ ആയിരിക്കാം, ആരോ വന്ന് ഒരാൾ വന്നിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കാണാൻ കയറി വന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരെയും അകത്തേക്ക് വിളിച്ചു. അപ്പൊ ഈ മാനേജർ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിത്തിനെ പെട്ടെന്ന് മനസ്സിലാകണമെന്നൊന്നും ഇല്ലല്ലോ. കണ്ടു കഴിഞ്ഞാല് സ്കൂളിലത്തെ സാറുമാരോ പ്രിൻസിപ്പാളോ ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷെ പെട്ടെന്ന് മനസ്സിലാക്കും. ഇപ്പൊ മാനേജർ അച്ഛൻ ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ രോഹിത്തിനെ പിടിയിട്ടില്ല. അപ്പം നിങ്ങൾ ആരാ, ഞാൻ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ രോഹിത്ത് പത്രത്തിലൊക്കെ ഏകദേശം ഫെയിം ആയിരുന്നല്ലോ. ഫെയിം മീൻസ് കുറച്ച് എന്താ പറയാ, ഇപ്പൊ റേപ്പ് കേസിലെ പ്രതിയാണെങ്കിലും ഫെയിം ആവില്ല. അപ്പൊ അങ്ങനെ ഫേമസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തോ കണ്ടപ്പോഴത്തേക്കും എന്തോ ഒരു സംശയം തോന്നിട്ടല്ല, എവിടെയോ ഒരു കണ്ടുപരിചയം പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ പേര് അലീന, ഇത് എന്റെ ആങ്ങളെയാണ് രോഹിത്, ആങ്ങളാന്ന് തന്നെ കേട്ടോ പറയുന്നത്. രോഹിത്ത് അറിയായിരിക്കും അച്ഛന് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രോഹിത്ത് അല്ല, ആ കണ്ണാടി കവല കോളനിയിലെ കേസിലെ പ്രതിയല്ലേ ഈ രോഹിത്ത്? അല്ല നമ്മുടെ കോളേജിൽ തന്നെ പഠിച്ച ആ പയ്യനല്ലേ ഇവന് എന്ന് എന്നിട്ടൊരു പുച്ഛ രീതിയിലൊരു നോട്ടം. ആ നോട്ടത്തിൽ തന്നെ സത്യം പറഞ്ഞിട്ടുണ്ട് രോഹിത് അങ്ങ് വല്ലാണ്ടായി പോയി കേട്ടോ. എന്താ പറയാ, രോഹിത് വലിയൊരു തെറ്റുകാരനാണ് എന്നുള്ള രീതിയിലും എന്തോ ഒരു നാണക്കേട് അങ്ങനെയൊക്കെ ഒരു ഇത് തോന്നുകയാണ് നമ്മുടെ രോഹിത്തിന്. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അതെ ഇത് രോഹിത്താണ്, അത് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് വേറൊന്നുമല്ല, ഇവൻ റേപ്പ് കേസിലെ പ്രതി അല്ല, ഇവന് ജാമ്യം കിട്ടിയിട്ടുണ്ട്, അപ്പം ഇവൻ പ്രതി അല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പൊ നിങ്ങള് ബാധിക്കാൻ വേണ്ടി വന്നതാണോ? അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങൾ മാനേജ്മെന്റ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇപ്പൊ തൽക്കാലം നമ്മുടെ ഈ രോഹിത്തിന് കോളേജിൽ പഠിക്കാനായിട്ട് പറ്റത്തില്ല. അവന് TC വേണമെങ്കിൽ തന്നുവിടാം. മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നത് ചിലപ്പോൾ TCയിൽ ഗുഡെന്ന് വല്ല എഴുതി തന്നു വിട്ടേക്കാം. ഇവന്റെ ആ ഒരു കാര്യം അങ്ങ് ഞങ്ങള് ചെയ്യുന്നില്ല, വല്ല ഗുഡോ എന്നൊക്കെ വല്ല എഴുതി തന്നു വിട്ടേക്കാം. അപ്പൊ പിന്നെ പ്രശ്നമില്ല, ഇവരെ വേറെ എവിടെയെങ്കിലും കൊണ്ട് ചേർക്കാലോ. പക്ഷെ ഞങ്ങളുടെ സ്കൂളിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവനെ ഇനിയിപ്പൊ തുടർന്ന് ഞങ്ങളുടെ കോളേജിൽ പഠിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അതിനു വേണ്ടിയാണ് വന്നതെങ്കിൽ വേണ്ട, അതൊരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ല അച്ഛനൊരു അച്ഛനല്ലേ, അച്ഛൻ ഒത്തിരി ആൾക്കാരുടെ പരാതികളും അതുപോലെ കാര്യങ്ങളൊക്കെ കേട്ട് എല്ലാം തിരുത്തി കൊടുക്കുന്ന ആളല്ലേ. അപ്പൊ അച്ഛനൊന്ന് ചിന്തിച്ചൂടെ, ഇവന് ഇപ്പം പ്രതി അല്ലെന്ന് മാത്രമല്ല, അത് തെളിവ് സഹിതമാണ്. അതായത് റേപ്പ് ചെയ്തപ്പെട്ട പെൺകുട്ടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇവൻ പ്രതി അല്ല എന്ന്. അപ്പൊ പിന്നെ ഇവൻ പ്രതി അല്ലെങ്കിൽ കൂടി നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കാം, അന്നത്തെ ആ ഒരു ലിസ്റ്റിൽ ഇവനും കൂടെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു തീയില്ലാതെ പുക ഉണ്ടാവില്ലല്ലോ എന്ന്. എങ്കിലൊക്കെ കൂടി ഇവൻ ഇപ്പം ഇരിക്കുന്നത് ആ പഴയ രോഹിത്തായിട്ടൊന്നുമല്ല, അവന് ഒരുപാട് പശ്ചാത്താപമുണ്ട്. അതിന്റെ പേരിലെങ്കിലും ഈ കോളേജിലെ ഇവനെ ഇവന്റെ ഭാവി അതെങ്കിലും ഓർക്കത്തില്ലേ. ഇനിയിപ്പം വേറൊരു കോളേജിൽ ചെന്നിട്ടുണ്ടെങ്കിലും ഒരു വർഷം പോകുക എന്ന് പറഞ്ഞാല് ചില്ലറ കാര്യമല്ലല്ലോ അച്ഛാ. അപ്പം അച്ഛനൊക്കെ വിചാരിക്കുകയാണെങ്കിൽ, ഒന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ
തെറ്റ് ഈ ലോകത്ത് ആരാ തെറ്റ് ചെയ്യാത്തുള്ളത്? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ക്ഷമിക്കാനല്ലേ നിങ്ങളെ പോലെയുള്ള വൈദികന്മാരൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും വേണ്ട, സ്റ്റോപ്പ് ചെയ്തോ, ഇവിടെ ഇനിയിപ്പോ കൂടുതലൊന്നും പറയണ്ട, നിങ്ങളോട് പറയാനുള്ളത് മാന്യമായ ഭാഷയിലാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇനി കൂടുതൽ പറയണ്ട, നിങ്ങൾ പറയുന്നതെല്ലാം നിർത്തിക്കോ. വന്നിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ ടീസ് വേണോ, ടീസ് തരാം, പറഞ്ഞല്ലോ. ഏറ്റവും മാക്സിമം ഞങ്ങൾക്ക് ഇവന്റെ ഭാവി സുരക്ഷിതമാക്കാൻ പറ്റുന്ന രീതിയാണ് അവന്റെ സർട്ടിഫിക്കറ്റിൽ ഗുഡ് തരിക എന്നുള്ളത്. അത് വേണമെങ്കിൽ തന്നുവിടാന്ന് മാത്രമല്ലാതെ വേറെ ഒന്നും എനിക്ക് യാതൊരു എക്സ്ക്യൂസ് ഇനി കേൾക്കുകയോ വേണ്ട, പറയുകയോ വേണ്ട. ഞങ്ങൾ മാനേജ്മെന്റ് കൂടി ചേർന്നെടുത്തൊരു തീരുമാനമാണ്, അതുകൊണ്ട് പൊക്കോളൂ എന്ന് പറഞ്ഞ് നമ്മുടെ അലീനയും രോഹിത്തിനെയും അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അലീനെ പറയുന്നത് കേൾക്കാനോ ഒന്നും ഈ പറയുന്ന മാനേജർ അച്ഛന് കൂട്ടാക്കുന്നില്ല കേട്ടോ. ഇനി മനസാക്ഷി ഇല്ലാത്ത മനുഷ്യനാണെന്ന് തോന്നുന്നു, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ഏതായാലും കൂട്ടാക്കുന്നില്ല. പിന്നെ മാനേജ്മെന്റിന്റെ തീരുമാനമാണ്, അത് മാനേജ്മെന്റ് അവിടെ അച്ഛൻ മാത്രം എടുത്താൽ പോരാ, കമ്മിറ്റിക്കാരും എല്ലാവരും കൂടെ എടുത്ത തീരുമാനമാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഏതായാലും അവിടെ നിന്ന് നമ്മുടെ അലീന ഒരു നിസ്സഹായ അവസ്ഥയിലാണ് രോഹിത്തിനെയും കൂട്ടി വരുന്നത്. വലിയ പ്രതീക്ഷയിൽ പോയതായിരുന്നു. അപ്പൊ രോഹിത്ത് ഒരുമാതിരി മാറി മാറി വന്ന മനസ്സൊക്കെ മാറി വന്ന രോഹിത്തിന്റെ മനസ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു അവസ്ഥയിലായി പോവാണ് കേട്ടോ. കാരണം രോഹിത്തിന് തന്നെ രോഹിത്തിനെ കുറിച്ച് എന്താ പറയാ, താൻ തെറ്റ് ചെയ്തില്ല, അലീനെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ മാറ്റിക്കൊണ്ട് വന്ന ഒരു സ്ഥിതിക്ക് ഇപ്പം മാനേജർ അച്ഛന്റെ കാര്യവും പുള്ളിക്കാരൻ പറഞ്ഞതും ഒക്കെ കേട്ടിട്ട് ആകെപ്പാടെ ഡിപ്രഷൻ അടിച്ചാ തിരിച്ച് നമ്മുടെ രോഹിത്ത് വീട്ടിലെത്തുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് അലീനയും രോഹിത്തും വന്നപ്പോ അലീന പറയുന്നുണ്ട്, രോഹി നീ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട, ഈ ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ ഒന്നും അല്ലല്ലോ, നീ ചെയ്തൊരു തെറ്റ് അതൊരു തെറ്റ് തന്നെയാണെങ്കിൽ കൂടി അവർക്ക് വേണത് ക്ഷമിക്കാന്നുള്ളതേ ഉള്ളത്. പുരോഹിതനല്ലേ, ക്ഷമിക്കാൻ പറ്റുന്നതേ ഉള്ളായിരുന്നു. അയാളൊക്കെ ക്ഷമിച്ചില്ലേ, അദ്ദേഹമൊക്കെ അയാളെന്നല്ല കേട്ടോ, ബഹുമാനമൊക്കെ കൊടുത്തു തന്നെയാട്ടോ നമ്മുടെ അലീന പറയുന്നത്. അദ്ദേഹം ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ക്ഷമിക്കുക, അത് ഓർക്കേണ്ട, സാരമില്ല, നമുക്ക് അടുത്ത വഴി എന്താണെന്ന് വെച്ചാൽ നോക്കാന്നൊക്കെ പറഞ്ഞ് രോഹിത്തിനെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അലീനയുടെ മനസ്സ് വല്ലാതെ ഇടിഞ്ഞു പോവാണ് കേട്ടോ. അലീന തിരിച്ചു വീട്ടിലെത്തിയപ്പോ രോഹിത്ത് ബാഗും തോളിലിട്ടിട്ട് ആ മുഖമൊക്കെ കാണുമ്പോൾ അറിയാം വാടി തളർന്ന മുഖമൊക്കെ ആയിട്ട് വല്ലാത്തൊരു അവസ്ഥയിലാണ് അകത്തേക്ക് കയറി പോകുന്നത്. അപ്പൊ കൃഷ്ണമോളാണെങ്കിൽ രോഹിത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടല്ലോ. നമ്മുടെ രോഹിത്തിനെ കാണുമ്പോൾ ആ ഒരു മുഖത്തിന്റെ ഭാവമൊക്കെ കാണുമ്പോഴത്തേക്കും മനസ്സിലാവില്ല. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ കൃഷ്ണമോള് ചോദിച്ചു, ഇതെന്താ പറ്റിയത്, ഇതെന്താ രോഹിത്തേട്ട പോയ പോലെ അല്ലല്ലോ, അല്ല പോയ കാര്യങ്ങളൊന്നും നടന്നില്ലേന്ന്. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അവൻ കയറി പോട്ടെ, അവൻ റെസ്റ്റ് എടുക്കട്ടെ, രോഹിത്തെ നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ രോഹിത് നേരെ റൂമിനകത്തേക്ക് കയറി പോയപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോള് ചോദിച്ചു, എന്താ പറ്റിയത്, എന്താ അലീന ചേച്ചി പോയ കാര്യമൊന്നും നടന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ബബിതയും വന്ന് ഇത് കേട്ടോണ്ട് നിൽക്കുകയാണ്. അപ്പൊ അലീന പറഞ്ഞു, അത് പിന്നെ മോളെ പോയ കാര്യമൊന്നും ഞാൻ വിചാരിച്ച പോലെ നടന്നില്ല, ഇപ്പൊ എപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കണമെന്നൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോയ കാര്യം നടന്നില്ല, സാരമില്ല, നമ്മളെല്ലാവരും ഒരുപോലെ കാണേണ്ട കാര്യമില്ലല്ലോ, അവർക്ക് ആ ഒരു മനസ്സില്ലായിരുന്നു, അവരുടെ കോളേജിനെ ബാധിക്കുന്ന കാര്യം ആയതുകൊണ്ട് തന്നെയൊക്കെ ആയിരിക്കാം, ഏതായാലും പോട്ടെ, സാരമില്ല, അവന് ഈ കാര്യമൊന്നും പറഞ്ഞ് നീ വിഷമിപ്പിക്കേണ്ട, അതുകൊണ്ട് വിഷമവും എങ്കിലും അലീന ചേച്ചി പോയപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, രോഹിത്തേട്ടന് ഇവിടെ നിന്ന് ഒത്തിരി പ്രതീക്ഷയോട് കൂടിയാ വന്നത്, പക്ഷേ ഇതൊന്നും നടന്നില്ലല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സാരമില്ല, നീ വിഷമിക്കാതെ എന്തെങ്കിലും വഴി നമുക്ക് കണ്ടെത്താം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനും വരികയാണ്. അപ്പൊ ബാലചന്ദ്രനും വന്നിട്ട് ബാലചന്ദ്രനും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ബാലചന്ദ്രനും അലീനയോട് നീയും വെറും നിസ്സഹായ ഒരവസ്ഥയിലായി പോയല്ലേ നീ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എല്ലാവരും ഒരുപോലെ അല്ലല്ലോ അച്ഛാ, എല്ലായിടത്തും നമ്മൾ ചെന്ന് കൈ നീട്ടുമോ, എല്ലായിടത്തും നമുക്ക് കിട്ടുമോ, ഒരിക്കലും കിട്ടത്തില്ലോ, നമ്മളിപ്പോ ഒരു ഭിക്ഷ എടുക്കാൻ പോയാലും എല്ലാവരുടെയും കൈ നീട്ടും, എല്ലാവരും ഇപ്പൊ തരണം എന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഉള്ളിന്റെ ഉള്ളിൽ വേറൊരു പ്രതീക്ഷയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിപ്പോ പറ്റില്ലെങ്കിൽ വേറെ ഒരെണ്ണം നമ്മൾ നേടിയെടുക്കണമല്ലോ എന്ന്, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അല്ലാതെ ഞാൻ എന്താ പറയുക, ഇതിൽ ഞാൻ തോറ്റുപോയി എന്ന് വേണമെങ്കിൽ തന്നെ പറയാന്ന് പറയുമ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, തോറ്റുപോയി എന്ന് പറയരുത് അലീന, നീ നിന്റെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചില്ലേ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് തോറ്റുപോയി എന്നൊന്നും പറയേണ്ട ഒരാവശ്യമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറയുകയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, രോഹിത്തിനെ പറഞ്ഞു മനസ്സിലാക്കണം, അവനാകെ തളർന്നിരിക്കുകയാണ്, കാരണം അവിടെ മാനേജർ അച്ഛനാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കേട്ട് അവന്റെ ആ ഒരു പാകപ്പെട്ട് വന്ന മനസ്സ് ഇടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്, അപ്പം ഒരു കാര്യം ചെയ്യണം, അവനെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ ഏകദേശം ഈ ഒരു സീനൊക്കെ കൊണ്ട് അവസാനിക്കട്ടെ. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് നെക്സ്റ്റ് വീക്ക് പ്രമോയാണ്. അപ്പൊ ചെറിയ രീതിയിൽ ഒരു 2-3 മിനിറ്റ് ഉൾക്കൊള്ളിച്ച് ഞാൻ പറയാമേ. അപ്പൊ അങ്ങനെ നമ്മുടെ വൈജ ഉണ്ടല്ലോ, വൈജ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിക്കുകയാണ്. അപ്പൊ കുറേശ്ശെ നടക്കാറൊക്കെ ആയി, അവര് കിടപ്പെന്നൊക്കെ എണീറ്റിപ്പോ നടക്കുകയൊക്കെ ചെയ്യൂല, ഒരു ഞൊണ്ടലൊക്കെ മാറി, അതുകൊണ്ട് തന്നെ ആ നാക്കിന്റെ നീളവും കുറച്ച് കൂടിയിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ വൈജ നേരെ പോവുകയാണ് കമലയെ കാണാനായിട്ട്. പിന്നെ അമ്മേനെ കണ്ടിട്ട് കുറെ നാളായല്ലോ, സൗദാമിനി അമ്മേനെ. അപ്പൊ സൗദാമിനി അമ്മേനെയൊക്കെ ഒന്ന് കാണണം. അപ്പൊ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പൊ അയ്യോ സോറി, ഇതിനു മുമ്പ് തന്നെ നാളെ വേറൊരു സീനും കൂടെ കാണിക്കുന്നുണ്ടേ. ഞാൻ ആ സീനും കൂടെ പറഞ്ഞിട്ട് പറയാം. നിങ്ങൾ പ്രമോയിൽ കണ്ടു കാണും. നമ്മുടെ മാമച്ചന്റെയും ഗ്രേസിയുടെയും മകന്റെ പഴയ കാമുകി ഷെറിന്റെ ഹസ്ബൻഡ് നാളെ വരുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ മദ്യപിച്ച് വന്നിട്ടുണ്ടല്ലോ അവിടെ കിടന്ന്, അതായത് നമ്മുടെ ഗ്രേസിയുടെയും മാമച്ചന്റെ ഒക്കെ വീട്ടിന്റെ മുറ്റത്ത് വന്നിട്ട് ആ കുട്ടി എവിടെയാണ്, അതായത് നമ്മുടെ ഷെറിന്റെ കുഞ്ഞ് എവിടെയാണ് എന്ന് തനിക്കറിയാം, പക്ഷെ താൻ അത് പറഞ്ഞു തരില്ല, ഇതെന്റെ ഒരു വാശിയാണെന്നൊക്കെ പറഞ്ഞ് മദ്യപിച്ചു വന്ന് ലെവലും ഒന്നും ഇല്ലാതെ വന്ന് അവിടെ കിടന്ന് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഷെറിന്റെ ഭർത്താവിന് സത്യങ്ങളൊക്കെ അറിയാം, ആ കൊച്ച് എവിടെയാണെന്ന്. അതായത് നമ്മുടെ ചിന്നുമോളാണ് ആ കൊച്ചിട്ടോ. അപ്പൊ ആ കൊച്ച് എവിടെയാണെന്ന് ഷെറിന്റെ ഭർത്താവിന് അറിയാം. പുള്ളിക്കാരനാണ് അവിടെ ഒന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നാളെ കുറച്ച് കാണിക്കുന്നുണ്ടേ. അപ്പൊ അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പൊ ഏതായാലും ഞാൻ നെക്സ്റ്റ് വീക്ക് പുറമേലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ വൈജ കൈതക്കൽ തറവാട്ടിൽ എത്തുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ശിവനുണ്ട്, കമലയുണ്ട്. അങ്ങനെ ഇവരോട് സംസാരിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഇവര് സംസാരിക്കുന്നത് നടങ്ങ് വൈജ എന്ന് പറയൂലോ, എപ്പോഴും പറയുന്നത് പോലെ ശിവശങ്കര മേനോനും പറയൂല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും അങ്ങനെ അടങ്ങാൻ ഈ വൈജ തീരുമാനിച്ചിട്ടില്ല. വൈജ മനസ്സിലൊന്ന് കരുതിയിട്ടുണ്ട്, അലീന പോകാതെ ഒരിക്കലും വൈജ ഇനി ആ വീടിന്റെ പടി കടക്കില്ല എന്ന് പറഞ്ഞിട്ട് വീട് വിട്ട് ഇറങ്ങി വരുന്നതാട്ടോ വൈജ. വീട് വിട്ട് ഇറങ്ങി ആങ്ങളുടെ അടുത്ത് വരുന്നതാണ്. അപ്പൊ അവിടെ കുറച്ച് ദിവസം താമസിക്കാം, 2 ആഴ്ചയെങ്ങാനും കഴിഞ്ഞിട്ട് അങ്ങോട്ട് അലീന പോകുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ 2 ആഴ്ച അവിടെ നിൽക്കാം, എന്നിട്ട് പോയില്ലെങ്കിൽ ഇവിടെ നിന്ന് വേറെ വീട് മാറാലോ എന്നൊക്കെ ഓർത്ത് പെട്ടിയും കിടക്കൊക്കെ എടുത്താട്ടോ വരുന്നത്. ഏതായാലും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കമലയ്ക്ക് അറിയാലോ, കമലയ്ക്ക് വീട്ടിൽ ആര് വന്ന് നിൽക്കുന്നതും ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി വൈജനെ പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ട്. പക്ഷെ വൈജ ആരാ മോള്, വൈജ പോവോ, തനിക്കും കൂടെ അവകാശപ്പെട്ട വീടാണ്, തന്റെ വീടാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുകയുള്ളൂ. ഏതായാലും പരമാവധി നമ്മുടെ കമല ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നേരായ രീതിയിൽ തന്നെ ശിവനും പറയുന്നുണ്ട്, നിന്റെ ഈ പിടിവാശിയൊക്കെ ഒന്ന് അവസാനിപ്പിക്കുന്നു പറയുന്നുണ്ട്. ഏതായാലും വൈജ അമ്പിലും വില്ലിലും ഒന്നും അടുക്കണില്ല. വൈജ പറയുന്നുണ്ട്, പറ്റത്തില്ല, ഞാൻ ഇവിടെ തന്നെ കാണും, ഇനി ഞാൻ പോകത്തില്ല, ഇവിടെ തന്നെ ആയിരിക്കും ഞാൻ നിൽക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും സൗദാമിനിനെ കാണാൻ പോകുമ്പോഴത്തേക്കും സൗദാമിനി പറയുന്ന, അതായത് നമ്മുടെ മുത്തശ്ശീനെ കാണാൻ പോകുമ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, വൈജ നീ പൊടിക്കൊന്ന് അടങ്ങ് വൈജെ, നീ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് തലമറന്ന് എണ്ണ തേക്കരുതെന്ന്. ഇതുപോലെ ശിവനും പറയുന്നുണ്ട് കേട്ടോ, നീ വന്ന വഴി മറക്കരുത് വൈജെ, നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നീ ഓർമ്മയിൽ വെച്ചോളെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജ പറയുന്നുണ്ട്, ഞാൻ വന്ന വഴി മറക്കുവോ മറക്കാതിരിക്കുവോ, നിങ്ങളുടെ ആരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല, എനിക്ക് തന്നെ ജീവിക്കാൻ കഴിയും. പിന്നെ ഒരാഴ്ചത്തേന് മാത്രം ഞാൻ ഇവിടെ നിൽക്കുന്നത്, എന്റെ അമ്മ ഇവിടെ ഉണ്ട്, ഇത് എന്റെ അമ്മയുടെ കൂടെ വീടല്ലേ, ഇത് തറവാടല്ലേ, ഇവിടെ നിൽക്കരുത് എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും കമലെ നീ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് അല്ല ആർക്കും പ്രശ്നമുള്ളത്, നീ വെറുതെ നിന്റെ ജീവിതം തകർത്ത് കളയരുത്, നിന്റെ മക്കളുടെ ജീവിതം കൂടെ തകർത്ത് കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ കമലയല്ല, സോറി കേട്ടോ, വൈജ എന്നാണേ പറയുന്നത്, പേര് മാർക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. വൈജ നീ ഇവിടെ നിൽക്കുന്നതിനല്ല പ്രശ്നം, നിന്റെ ജീവിതം, അതായത് നിന്റെ മക്കളുടെ ജീവിതം ഒക്കെ നീ നോക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്പലം വില്ലൊന്നും അടുക്കുന്നില്ല. നമ്മുടെ വൈജ അപ്പോഴും ഒറ്റക്കാലിൽ തന്നെ നിന്ന് അലീന പോകാതെ ഇവിടുന്ന് പോകത്തില്ല എന്ന് പറഞ്ഞ് തപസ് ചെയ്യുന്നുണ്ട്. ഏതായാലും നമ്മുടെ വൈജ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് കൊണ്ട് തന്നെ അലീനയും കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ അലീനയും കൃഷ്ണമോളും കൂടി കൈതക്കൽ തറവാട്ടിലേക്ക് വൈജയെ കാണാൻ വേണ്ടി തന്നെ, വൈജയും അതുപോലെ ശിവശങ്കര മേനോനും ഒക്കെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. നമ്മുടെ അലീന എടുത്ത തീരുമാനം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കേട്ടാൽ ഞെട്ടുന്ന ഒരു തീരുമാനമൊക്കെയാണ് കേട്ടോ. നമ്മുടെ അലീന എടുത്തിരിക്കുന്ന തീരുമാനം നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത പാതയിലൂടെയാണ് അലീന പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. നമ്മൾ ഡെയിലി വിശേഷം ഇടുന്നുണ്ട്, അതുപോലെ അപ്കമിങ് വിശേഷം ഇടുന്നുണ്ട്, പ്രമോ വിശേഷം ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കാണുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.